നമസ്കാരം. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സീക്രട്ട് വീഡിയോയുടെ സെക്കൻഡ് പാർട്ട്. ഞാൻ ജ്യോതിഷ് കേസ്, എ ടെക്നിക്കൽ കൺസൾട്ടൻറ്റ്. നമ്മൾ ഇന്നലെ വരെ സംസാരിച്ച് നിർത്തിയേക്കുന്നത് 3 പോയിന്റുകളാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു പ്രോട്ടോടൈപ്പിന് വേണ്ടിയിട്ടുള്ള സ്കീമാറ്റിക് വരെ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4ാമത്തെ സ്റ്റെപ്പായിട്ട് കണക്കാക്കുന്നത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, അല്ലെ PCB ഡിസൈൻ ചെയ്യുക എന്നതാണ്. PCB ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് പ്രോപ്പറായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കമ്പോണൻസുകളെ പ്ലേസ് ചെയ്യുക, അതിൻ്റെ ട്രേസുകൾ കൃത്യമാക്കുക, ക്ലിയറൻസ് കൃത്യമായി പവർ ഡെസിപ്പേറ്റ് ചെയ്യാൻ എന്തുമാത്രം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ വഴി, ഓൺലൈനോ ഓഫ്ലൈനോ ആയിട്ടുള്ള അൾട്ടിം ഡിസൈനർ പോലെയോ ഈഗിൾ പോലുള്ള സോഫ്റ്റ്വെയർ വഴി നമ്മൾ അവനെ കൃത്യമായ രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കും. ഈ ഡിസൈൻ ചെയ്തെടുത്ത സാധനത്തെയാണ് നമ്മൾ പിന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിനെ ഗർഭഫയലാക്കി മാറ്റിയിട്ട് നമ്മളവനെ മാനുഫാക്ചറിങ് ആയിട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു ബോർഡായിരിക്കും. ഇത് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് ഇരിക്കുന്നത്. ഈ ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഫൈനലായി കഴിയുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ബോർഡായിരിക്കും ഇരിക്കുന്നത്. ഈ ബോർഡിനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള കമ്പോണൻസുകളെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു അസംബ്ലിങ് തുടങ്ങും. ഈ ഒരു സാധനത്തിനാണ് നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടോടൈപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, വാലിഡേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പെർഫോമൻസ്, എഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ റിലയബിലിറ്റി, അത് ഏതൊക്കെ സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ, ആ സേഫ്റ്റി കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തം ലാബിലോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത സെക്ഷനിലോട്ട് കടക്കുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ 6ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റെഗുലേറ്ററി കമ്പോണൻസ് സേഫ്റ്റി ആയിട്ടുള്ള തേർഡ് പാർട്ടി FCC, ACC അങ്ങനെയുള്ള പല ഏജൻസി വഴിയും പല സർട്ടിഫിക്കേഷൻ വഴിയുള്ള സേഫ്റ്റി ആയിട്ടുള്ള നോംസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഇനിയുള്ളത് ബൾക്കായിട്ടുള്ള മാനുഫാക്ചറിങ്ങിനുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. അത് നമ്മുടെ 7ാമത്തെ സ്റ്റെപ്പായിട്ട് വരും. മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കമ്പോണൻസുകളാണ് വേണ്ടത്, അതിൻ്റെ എല്ലാം ഒരു BOM റെഡിയാക്കിയിട്ട് അതിനെ നമ്മൾ ഏത് സപ്ലയറെയാണ് മീറ്റ് ചെയ്യുന്നത്, ആ സപ്ലയറുമായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് അതിൻ്റെ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള മെറ്റീരിയൽ എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത് നമുക്ക് സ്റ്റോക്ക് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കുറേ സ്റ്റെപ്പുകൾ, സീക്രട്ടുകൾ തന്നെ പറഞ്ഞു. ഇതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതിൻ്റെ ഇൻഡെപ്തിലുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബ് ചാനലിൽ. സ്റ്റേ ട്യൂൺസ്. താങ്ക് യു.